പാറ്റകൾ ഒത്തുകൂടുന്നു. ദില്ലിയിൽ സമ്മേളനം നടക്കുകയാണ്. എന്താണ് അവസ്ഥ? അല്ല, പാറ്റകൾ ഒത്തുകൂടുന്നു. പാറ്റ വിചാരിച്ച പോലെ പാറ്റകൾ വന്നില്ല. ദില്ലി പോലീസ് ശരിക്കും ഈ പാറ്റകളെ ചവിട്ടി അരച്ചു. കാരണം പാറ്റ പാർട്ടിക്കാർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ദില്ലിയിൽ വലിയ കലാപം ഉണ്ടാവും. കാരണം സുപ്രീം കോടതി മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറഞ്ഞൊരു കേസിൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രകടനം നടത്തണമെങ്കിൽ 7 ദിവസം മുമ്പ് അപേക്ഷ കൊടുക്കണം. 7 ദിവസം മുമ്പ് അപേക്ഷ കൊടുക്കാതെയുള്ള പ്രകടനങ്ങളും സമ്മേളനങ്ങളും അനുവദിക്കത്തില്ല. ദില്ലിയിൽ മാത്രമല്ല, ഇന്ത്യയിലെവിടെ അത് അംഗീകരിക്കില്ല. അപ്പോൾ അഭിജിത് ദീപ്ക ഇന്ന് രാവിലെ 9 മണിക്ക് ദില്ലി എയർപോർട്ടിൽ ഇറങ്ങുന്നു. എന്നിട്ട് നേരെ പോലീസ് കമ്മീഷണർ അടുത്ത് പോയിട്ട് അപേക്ഷ കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അപേക്ഷ സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് നിരസിക്കപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടുന്ന് ഇവിടുന്ന് പാറ്റകൾ 2 കോടി പാറ്റകൾ വരും. അവരങ്ങ് ദില്ലി വളയും. അപ്പോൾ വലിയ സംഘർഷം ഉണ്ടാകും. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും, ലാത്തിചാർജ് ചെയ്യും. അതിനിടയ്ക്ക് പാറ്റകളുടെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ എക്സിലൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങൾ ദില്ലിയിലേക്ക് വരുമ്പോൾ മറ്റേ പെപ്പർ സ്പ്രേ കരുതുക, വടികൾ കരുതുക, നമ്മുടെ ജാഥ പോലീസ് തടഞ്ഞാൽ നമ്മൾ നേരിടണം. ഇനി നമ്മുടെ അഭിജിത് ദീപ്കെ എയർപോർട്ടിൽ ഇറങ്ങുമ്പം എമിഗ്രേഷൻ വിഭാഗം അയാളെ തടഞ്ഞു വെക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിലേക്ക് മാർച്ച് ചെയ്യണം, അയാളെ മോചിപ്പിച്ചു കൊണ്ടുവരണം എന്നൊക്കെ വലിയ പോസ്റ്റൊക്കെ ഇട്ട് കാത്തിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് മലയാളത്തിലെ മാധ്യമ സിംഹങ്ങൾ അങ്ങനെ രോമാഞ്ചമണിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. മോദി ഇപ്പോൾ വീഴും, പാറ്റകളെല്ലാം കൂടെ ചേർന്നിട്ട് മോദി സർക്കാരിനെ തള്ളി താഴെയിടും എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. ഞാൻ രാവിലെ മുതൽ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ചാനലുകളും വെച്ച് നോക്കി. കേരളത്തിൽ നിന്നുള്ള മലയാളം ചാനലുകളല്ലാതെ ഇതിൻ്റെ ലൈവ് ആരും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ലൈവ് കാണിച്ച് ഇപ്പം ഞാൻ നോക്കുമ്പോൾ, നമ്മളിത് ഷൂട്ട് ചെയ്തതിന് തൊട്ട് മുമ്പ് നോക്കുമ്പോൾ കേരളത്തിലെ പാറ്റകളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ പതുക്കെ ആ വാർത്തയുടെ ലൈവ് വിട്ടു. കാരണം എന്താണെന്നറിയോ? പ്രതീക്ഷിച്ച പോലെ ആളില്ല. എന്നിട്ട് പറയുകയാണ്, ആളുകളൊക്കെ വരുന്നില്ല, സമയമാവുന്നില്ലേ ഉള്ളൂ, 12 മണിക്ക് ആകുമ്പോൾ എത്തുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗദ്ഗത കണ്ടരായി മലയാള മാധ്യമ പ്രവർത്തകരുടെ വിങ്ങിപ്പൊട്ടലുകളൊക്കെ ഇപ്പോൾ ചാനലിൽ കേട്ടു തുടങ്ങി. അങ്ങനെ വിങ്ങിപ്പൊട്ടി ഒരുപാട് മോശമാവേണ്ട എന്ന് കരുതിയിട്ടാവണം ലൈവൊക്കെ അവർ നിർത്തി. പക്ഷേ ദില്ലി പോലീസ് 8ൻ്റെ പണിയാണ് കൊടുത്തത്. ദില്ലി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അഭിജിത് ദീപ്ക ചെന്നപ്പോഴേ ഒരു കടലാസ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. നേരത്തെ അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, ഇയാൾ ധർണ നടത്തിക്കോ, പ്രകടനം നടത്തിക്കോ, എന്നിട്ട് പറഞ്ഞു സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണം പ്രകടനം നടത്താൻ എന്ന് പറഞ്ഞാൽ മാനദണ്ഡ പ്രകാരം അല്ല ഇവരുടെ അപേക്ഷ പോലും. എന്നിട്ടും പോലീസ് അപേക്ഷ കൊടുത്തിട്ട് പറഞ്ഞിട്ടു, ആ അപേക്ഷയിൽ പ്രത്യേകം എഴുതിച്ചെടുത്തിട്ടുണ്ട് 1 ടൈം എക്സംഷൻ. ഒറ്റ തവണത്തേക്ക് തനിക്ക് ഇളവ് തന്നിരിക്കുന്നു. ഏത്? 7 ദിവസം മുമ്പ് അനുവാദം വേണമെന്നുള്ള വ്യവസ്ഥയ്ക്ക് ഒറ്റ തവണത്തേക്ക് ഇളവ് തന്നു. നീ ഒന്ന് പ്രകടിപ്പിച്ചിട്ട് പോ നിൻ്റെ കരുത്ത് എന്ന് കാണിച്ചു. അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ബാംഗ്ലൂർ ഇവരൊരു ജാഥ നടത്തി, 7 പേരാണ് പങ്കെടുത്തത്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നടത്തുമെന്ന് പറഞ്ഞു, ഒരു പട്ടിയും വന്നില്ല. ഇപ്പോൾ ദില്ലിയിൽ ഇവർ വന്ന് ഒരു പ്രകടനം നടത്തുകയാണ്. SFIക്കാർ പങ്കെടുക്കുമെന്ന് പറയുന്നു. ലഡാക്കിൽ ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്ത സോനം വാങ്ചുക്ക് ഇന്നലെ പറഞ്ഞു, അഭിജിത് ദീപ്കേനെ എങ്ങാനും അറസ്റ്റ് ചെയ്താൽ, പങ്കെടുക്കുന്ന പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്താൽ ഞാൻ അവിടെ വന്ന് നിരാഹാരം ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ചങ്ങായി വണ്ടിയും കയറി വന്നായിരുന്നു. ഇയാൾ അവിടെ കലാപത്തിനിറങ്ങാൻ കുട്ടികളോട് ആഹ്വാനം ചെയ്തു. ലഡാക്കിൽ ആക്രമണം നടന്നു, 4-5 പിള്ളേർ വെടിയേറ്റ് മരിച്ചു. ഇയാൾ ജയിലിലായിരുന്നു. ജയിലിൽ കിടന്നിട്ട് ഇയാളുടെ ഭാര്യ പോയി സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് അവസാനം ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങി വന്നതേ ഉള്ളൂ. അപ്പോൾ ദില്ലിയിൽ എന്തോ മനമറിച്ചേക്കാം എന്ന് കരുതിയവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി. അവരാവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അപ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ വിഷമമുള്ള കാര്യമാണ് CBSE പരീക്ഷയിലും നീറ്റ് പരീക്ഷയിലും ഒക്കെ ഉള്ള അപാകതകൾ. അതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഇരുന്നല്ല പരീക്ഷ നടത്തുന്നതും ഫലപ്രഖ്യാപനം നടത്തുന്നതൊക്കെ. ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണം, ഉണ്ടെന്ന് പറയാം. പക്ഷേ തുടർച്ചയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് കുഴപ്പമുണ്ട്. സിസ്റ്റത്തിൽ ഈ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, 1 വർഷം, ഒറ്റ വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ വീഴും. എനിക്ക് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ ഞാൻ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വോട്ട് ചോരി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇന്ത്യയിലെ ജുഡീഷ്യറി, ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ബ്യൂറോ, ഇവരുടെയൊക്കെ തലവന്മാർ എനിക്കിങ്ങനെ വാട്സപ്പ് എടുത്ത് രാഹുൽജി വരൂ, രക്ഷിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് ഈ പപ്പുമോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉറപ്പാണ് 1 വർഷത്തിനകം വീഴുമെന്ന് ഇയാൾ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. അതും ഇപ്പോൾ ഈ 2 പരീക്ഷകൾ, CBSE പരീക്ഷകളും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 40 ലക്ഷത്തോളം കുട്ടികൾ ഈ 2 പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അവിടെയുള്ള കുഴപ്പങ്ങൾ തന്നെയാണ്. നമ്മൾ ഇന്ത്യ ലൈവും ആ കുഴപ്പങ്ങളെ അപലപിക്കുകയും അതിൻ്റെ പിന്നിലുള്ള ഗൂഢശക്തികളെ കണ്ടെത്തണമെന്ന് പറയുകയും ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മൾ ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ കൂടെയാണ്. പക്ഷേ മനഃപൂർവ്വം
40 ലക്ഷത്തോളം ആളുകൾ ഇടുന്ന ഈ പരീക്ഷാ സംവിധാനത്തെ അട്ടിമറിച്ച് അവരുടെ കുടുംബങ്ങൾ കൂടെ വരുമ്പോൾ ഒരു 2 കോടിയോളം ആളുകളെ എതിരാക്കാൻ തക്കമാറ് ഇതിൻ്റെ പിന്നിൽ മനഃപൂർവ്വം അട്ടിമറികൾ നടത്താൻ ശ്രമിച്ച ഒരു സംഘമുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ സർക്കാരിനെ അട്ടിമറിക്കുക, ഇവർ പ്രതീക്ഷിക്കുന്നത് ഈ 15-ാം തീയതിക്ക് മുമ്പ് കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടന വരും. അപ്പോൾ സ്വാഭാവികമായും കുറേ ആളുകളെ സംഘടനാ ചുമതലയിലേക്ക് മാറ്റണം. UP അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. കുറച്ച് മന്ത്രിമാരെ പാർട്ടിയിലേക്ക് വിടും, പുതിയ ആളുകൾ വരും, മന്ത്രിസഭ ഒന്ന് ഉടച്ചു പാർക്കും. അങ്ങനെ വരുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ചിലപ്പോൾ മാറിയാൽ ഞങ്ങൾ വന്നിട്ട് ജന്തർ മന്ദിറിൽ ബഹളം വെച്ചതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി കണ്ടില്ലേ കോക്രോച്ചുകൾക്ക് ശക്തിയുണ്ട് എന്നൊക്കെ പറയാനുള്ള ഒരു നാടകം, പറയിപ്പിക്കാനുള്ളൊരു നാടകവും കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇളവ് സർക്കാർ കൊടുത്തു. ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്തതിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കുകയും പാകിസ്ഥാൻ അനുകൂലമായി കാശ്മീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഭാഗമാണ് എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട ആളാണ്. സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഷഹീൻ ബാഗിൽ മുസ്ലിം സംഘടനകൾ നടത്തിയ സമരത്തിൻ്റെ നായകസ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. എന്തിന്? ഇയാൾ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ വിഭാഗത്തിൻ്റെ തലവനായിരുന്നു. മനീഷ് സിസോദിയ എന്ന് പറയുന്ന മണി ലോണ്ടറിംഗ് കേസിൽ 1.5 വർഷത്തോളം ജയിലിൽ കിടന്ന ദില്ലി മുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അപ്പോൾ ആപ്പുകാരനാണ്, ഒരു സംശയവുമില്ല. ആപ്പുകാരൻ ഇപ്പോൾ പാറ്റയുടെ വേഷം ധരിച്ച് വന്ന് കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞ് വരുന്ന ഈ മൂവ്മെൻറ്റിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലായി. സർക്കാരിനെ അട്ടിമറിക്കുക എന്നത് തന്നെയാണ്. മാത്രമല്ല, എന്താ ഇതിന് കാരണം? എന്താ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പരാമർശം നടത്തി. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി സമൂഹത്തിൽ ഇടപെടുന്ന ചില ആളുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, യൂട്യൂബർമാർ, മാധ്യമ പ്രവർത്തകരൊക്കെ ഭാവിച്ച് കിടക്കുന്ന ഇവർ പാറ്റകളെപ്പോലെ ഭാരതത്തെ കാർന്നു തിന്നുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ മടിയന്മാരാണ് ഇവരെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന്മാർ അവകാശപ്പെടുന്നുണ്ട്, അഭിജിത്ത് ദീപ്കെ പറയുന്നുണ്ട്, ഞങ്ങൾ സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് ആൻഡ് ലേസി. ഞങ്ങൾ ലേസി ആണെന്ന് പറയുക. ലേസി ആയിട്ടുള്ള ചെറുപ്പക്കാരെ കൊണ്ട് ഈ രാജ്യത്തിന് എന്താ ഗുണം? ഈ രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരും യുവത മുഴുവൻ മടിയന്മാരായി മാറിയാൽ രാജ്യം അങ്ങനെ മുന്നോട്ട് പോകും. ഞങ്ങൾ ലേസി ആണെന്ന് പറയുന്ന ഒരു അരാജകക്കൂട്ടമാണ് ഇവർ. ആ അരാജകക്കൂട്ടം അവരെ, യുവാക്കളെ ആക്ഷേപിച്ചു. ആരാക്ഷേപിച്ചു? സുപ്രീം കോടതി ആക്ഷേപിച്ചു, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ചീഫ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന ആളുകളെക്കുറിച്ചാണെന്ന് ക്ലാരിഫൈ ചെയ്തിട്ടും ഇവർ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ പാറ്റകളാണെന്ന് പറഞ്ഞു വരുന്നത്. അങ്ങനെയുണ്ട് ഇവരെന്താ സുപ്രീം കോടതിക്കെതിരെ ഒന്നും പറയാത്തത്? സുപ്രീം കോടതിക്കെതിരെ ഒന്നും പറയില്ല. ഇവർക്ക് ഇങ്ങനെ പാറ്റകളെന്ന് ചെറുപ്പക്കാരെ ആക്ഷേപിച്ചത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലവനായ ജസ്റ്റിസ് സൂര്യകാന്ത് ആണെങ്കിൽ എന്തുകൊണ്ട് സൂര്യകാന്തിനെതിരെ കാമ എന്ന് മിണ്ടുന്നില്ല? ഇത് മാത്രമല്ല, അതിലൊക്കെ ഉപരി ഇവർ ചെയ്യുന്നത് എന്താണ്? വന്നിട്ട് ഇവർക്ക് ഈ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി മുൻകാലങ്ങളിൽ എല്ലാ കുൽസിത വൃത്തികളും ചെയ്ത എല്ലാ ശക്തികളും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട, ഞങ്ങളൊരു കോസിന് വേണ്ടി വന്നവരാണെന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇന്ന് അവർ പ്രതീക്ഷിച്ചത് ഡൽഹിയിൽ ഒരു പോലീസ് നടപടിയാണ്. പോലീസ് നടപടി ഉണ്ടായില്ല, വലിയ തോതിൽ ആളുകളും വന്നില്ല. കാരണം ആളുകൾക്ക് മനസ്സിലായി ഈ കോക്രോച്ച് പാർട്ടി എന്നതിൻ്റെ പേരിൽ നടക്കുന്ന നീക്കം എന്താണ്, ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് രാവിലെ ആരും വരാതിരുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം 5 മണി വരെ പ്രതിഷേധിക്കാൻ സമയമുണ്ട്. അപ്പോഴേക്കും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ BJP വിരുദ്ധരായ പാർട്ടിക്കാരെല്ലാം കൂടെ അവരുടെ ആളുകളെ ചിലപ്പോൾ അയക്കുമായിരിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇവർ പ്രതീക്ഷിച്ച പദ്ധതികൾ നടപ്പാക്കാതെ ദില്ലി പോലീസ് അവരെ നാണം കെടുത്തി. നിനക്കൊക്കെ ഒരു ഭിക്ഷ തരുന്ന പോലെ ഒറ്റത്തവണത്തേക്ക് നിനക്കൊരു ഇളവ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പാർട്ടികളെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന തരത്തിൽ അവരുടെ പദ്ധതി പൊളിക്കുന്ന നിലപാടാണ് ദില്ലി പോലീസ് എടുത്തത് എന്ന് നമുക്ക് പറയാതരമല്ല. മാത്രമല്ല, ഇതൊരു വലിയ ജനകീയ മൂവ്മെൻ്റ് ആയിരുന്നെങ്കിൽ ജനം ഒഴുകി വരുമായിരുന്നു അങ്ങോട്ട്. തീർച്ചയായിട്ടും ജനം മൈൻഡ് ചെയ്തില്ല. കാരണം ഞങ്ങൾ പാറ്റ എന്നൊക്കെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ 4 പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ജനങ്ങൾ ഇറങ്ങും എന്നൊക്കെ കരുതുന്ന ആളുകൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഇപ്പോൾ ദില്ലിയിൽ നടന്നത്. പിന്നെ മലയാള മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ പിതൃശൂന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന, ഇതുപോലെ രാജ്യവിരുദ്ധമായ നിലപാടെടുക്കുന്ന, രാജ്യത്തിനെതിരെ സംഘടിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു തമാശയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടാൽ ഞങ്ങൾ പാറ്റകളാണ്, ഞങ്ങൾ പാറ്റകൾ വരുന്നു, ഞങ്ങൾ ദിനോസോറുകൾ ചത്തിട്ടും ഭൂമിയിൽ അതിജീവിച്ചവരാണ് പാറ്റകൾ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ട ഒരു ഊളെ വലിയ ഗ്ലോറിഫൈ ചെയ്ത് ഇത്ര വലിയ സംഭവമാണ്,
കോടികൾ വരുന്നു എന്നൊക്കെ പ്രൈം ടൈം. ഇന്നലെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞൊരു അലവലാതി ചാനലല്ലേ, അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന പാറ്റകൾ വരുന്നു, എന്നിട്ട് ഈ പ്രകടനത്തിൽ പങ്കെടുക്കർ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കാർഡുണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചിട്ട് കുറേ ആളുകൾ അങ്ങോട്ട് വണ്ടി കയറി പോകണം എന്നുള്ള തരത്തിലാണ് ക്യാമ്പയിൻ, പാറ്റകളുടെ ക്യാമ്പയിൻ. ഇവിടുത്തെ ഈ മരയൂള ചാനൽ ഏറ്റെടുത്തിരിക്കുക. മര ഊള എന്ന് പറയാൻ കാരണം മരമുറിയുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ മലയാള മാധ്യമങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ പാറ്റകളുടെ ഒരു കൂട്ടത്തിന് കഴിയുമെന്നുള്ള വൃഥാ വ്യാമോഹത്തിൽ മയങ്ങി അവരുടെ പ്രൈം ടൈം പാഴാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ അവർക്കതിൽ വേദന ഉണ്ടാകത്തില്ല. കാരണം അവരുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടി അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവൻ്റെയൊക്കെ അപ്പനപ്പൂപ്പന്മാരെ വിറ്റ ബുദ്ധിയുള്ളവരാണ് ദില്ലി ഭരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. പാറ്റകൾ വന്നാൽ സമാധാനത്തോടെ പ്രതിഷേധിച്ചാൽ അവർക്ക് പ്രതിഷേധിക്കാം, തിരിച്ചു പോകാം. അതല്ല കയ്യൂക്കും ഗുണ്ടായുസവും കാണിക്കാനാണെങ്കിൽ ആണ് ഉദ്ദേശമെങ്കിൽ ദില്ലി പോലീസിന് നല്ല വൃത്തിക്ക് പണിയറിയാം. അത് പാറ്റകൾക്ക് അഭിജിത് ദിവിക്കിന് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഈ ആർട്ടിക്കിൾ 370 സമയത്ത് പാകിസ്ഥാൻ്റെയാണ് കാശ്മീർ എന്ന് പോസ്റ്റ് ഇട്ടതിന് പൂനെയിലെ പോലീസ് സ്റ്റേഷനിൽ അഭിജിത് ദീപിക്കിനെതിരെ കേസുണ്ട്. UAPA ചുമത്താവുന്ന കേസാണ്. അഭിജിത് ദീപിക്കിനെ അതിൻ്റെ പേരിൽ വരുമ്പോഴേ അറസ്റ്റ് ചെയ്യും എന്ന് ഒരു പ്രതീക്ഷിച്ചിരുന്നു. ഇല്ല, വിട്ടു, പതുക്കെ അയച്ചു വിട്ടിരിക്കുകയാണ്. സമയമുണ്ടല്ലോ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇന്ത്യയിലേക്ക് വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നയാൾ പറഞ്ഞത്. കാരണം കൃത്യമായി പൂനെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴല്ല, ഈ പാറ്റ പാർട്ടി ഉണ്ടാക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇയാൾ ബോസ്റ്റണിൽ പഠിക്കാൻ പോയത്, അമേരിക്കയ്ക്ക് പോയത്. അമേരിക്കയിൽ ഇയാളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും ഇയാൾ അവിടെ തുടരുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇയാളൊരു കമൻറ്റ് ഇട്ടപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ മറ്റുള്ളവരെ വിധ്വംസ ശക്തികളെല്ലാം കൂടി അതങ്ങ് പൊലിപ്പിച്ചപ്പോൾ ഇതൊരു മൂവ്മെൻ്റ് ആയപ്പോൾ അയാൾക്ക് തോന്നി ഞാൻ എന്തോ ഒരു സംഭവമാണ്, ഇപ്പോൾ എന്നെ വന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ എനിക്കൊരു രക്തസാക്ഷി പരിവേഷം കിട്ടുമെന്നൊക്കെ കരുതിയിട്ടാണ് ഇയാളിപ്പോൾ ഇവിടെ വന്ന് ചാടിയിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾക്കെതിരെയുള്ള കേസിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ ആ കേസിൻ്റെ വഴിക്ക് പോവും. ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ. പണ്ട് കനയ്യകുമാർ വന്നപ്പോൾ മലയാള മനോരമ പത്രം എഴുതിയെന്നറിയോ, ഇന്ത്യൻ ചെഗുവേര പറന്നു, നരേന്ദ്രമോദിക്ക് ഇനി ഉറക്കമില്ലാത്ത രാവുകൾ. എവിടെ ചെഗുവേര? പിന്നെ ഗുജറാത്തിൽ കുറേ എന്തൊരു പട്ടേൽ, ഹാർദിക് പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് എവിടെ പോയി ഈ മൂവ്മെൻ്റൊക്കെ? അപ്പോൾ രാഹുൽ ഗാന്ധിക്കും കെജ്രിവാളിനും ഇങ്ങനെ നെഞ്ചത്തിൽ അടിച്ച് നിലവിളിക്കാം. ശ്രീലങ്ക കണ്ടില്ലേ, ബംഗ്ലാദേശ് കണ്ടില്ലേ, നേപ്പാൾ കണ്ടില്ലേ, അവിടെയൊക്കെ ജൻസി ഇറങ്ങി. ഇവിടെ എന്താ ജൻസി ഇറങ്ങാത്തത്? കാരണം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തനിക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ അട്ടിമറിക്കാനുള്ള അവസരത്തിന് കാത്തിരിക്കുന്ന ചില ആളുകളുടെ മൃതാമോഹങ്ങളിൽ ഒന്ന് പൊലിഞ്ഞു എന്നാണ് ദില്ലിയിലെ ഇന്നത്തെ സമരം, പാറ്റ മൂവ്മെൻറ്റ് കാണിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായി ഇന്ത്യ ലൈവ് നിങ്ങൾക്കിപ്പോഴുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ സഞ്ചാരം തുടരുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ മറക്കാതിരിക്കുക.